പ്രിയ വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ 15-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചന ദൈവരാജ്യ വിത്തിനെ കുറിച്ചാണ്. 4 ചിന്തകളാണ് പ്രധാനമായി ഇന്ന് നമ്മൾ ശ്രവിക്കുക. ആമുഖം: ദൈവത്തിൻ്റെ സ്നേഹസഹന രാജ്യത്തിൽ യേശുവാകുന്ന വിതക്കാരൻ വിതച്ച ദൈവരാജ്യം വിരിയിച്ചെടുക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന 4 ചിന്തകൾ. 1. ദൈവം സ്നേഹസഹനം. ദൈവം വരുന്നു, അവൻ ഭൂമിയെ നനയ്ക്കുന്നു, വിത്തുകൾ മുളപ്പിക്കുന്നു. ദൈവത്തിന് മുഖം നോട്ടമില്ല. ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ ശത്രുവെന്നോ മിത്രമെന്നോ നോട്ടമില്ല. എല്ലാവർക്കും എല്ലാമാകാൻ ദൈവം വരുന്നു. മത്തായി 5:43 മുതൽ 48 വരെ. ദൈവം തൻ്റെ സ്നേഹം എല്ലാവർക്കും നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ദൈവം സ്നേഹമായി വരുന്നു. ദൈവസ്നേഹത്തെ സ്വീകരിക്കുമ്പോഴാണ് ദൈവം ഉണ്ടെന്നും ദൈവം സഹിക്കുന്നവരോടൊപ്പമെന്നും മനസ്സിലാക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് തരംഗങ്ങളെ സ്വീകരിക്കാൻ ആൻറ്റീന തരംഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കണം. അതുപോലെ ദൈവം നൽകുന്ന സ്നേഹത്തെ സ്വീകരിക്കാനായി മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കിയിരിക്കണം. 2. ദൈവം ദൈവരാജ്യം വിരിയിക്കുന്നവൻ. ഉപമകൾ നമ്മെ ചരിത്രത്തിൽ ജീവിച്ച യേശുവിലേക്ക്, ചരിത്രത്തിൽ പഠിപ്പിച്ച യേശുവിലേക്ക് നയിക്കുന്നു എന്നാണ് ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവമാണ് വിതക്കാരൻ. മത്തായി 13:1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. മണ്ണ് നോക്കാതെ, നിലമുഴാതെ, വളമിടാതെ, വെള്ളമൊഴിക്കാതെ ഒരു വിതക്കാരനും വിതയ്ക്കാൻ പോകുകയില്ല. മഴവെള്ളം ഈ ഭൂമിയെ ശുദ്ധീകരിക്കുകയും അതിലെ വിഷാംശത്തെ സ്വാംശീകരിക്കുകയും ചെയ്യും. ഏശയ്യാ ദൈവവചനത്തെ മഴയുടെ ശക്തിയോട് ഉപമിക്കുന്നു. അതാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ ശ്രവിക്കുന്നത്. വിതക്കാരൻ വിതയ്ക്കുന്നുവെന്നാണ് യേശു പറയുന്നത്. അവന് സ്ഥലകാല നോട്ടമില്ല. ഇത് കഷ്ടം തന്നെ. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിതക്കാരൻ. ആ വിതക്കാരൻ്റെ പേരാണ് ദൈവം. ദൈവരാജ്യത്തിൻ്റെ വിത്ത് സ്ഥലകാല സീമകൾക്ക് അതീതമായി എല്ലാവർക്കും എല്ലാമാകാൻ വേണ്ടി വിതയ്ക്കുന്ന വിതക്കാരനാണ് ദൈവം. വ്യവസ്ഥകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത സ്നേഹം പരന്നൊഴുകുന്നതാണ് വിതക്കാരൻ്റെ സ്നേഹരാജ്യ വിത്ത്. ഈ ഉപമയിലെ പ്രധാന ഊന്നൽ വിതക്കാരൻ്റെ ദൈവസ്നേഹത്തിനാണ്. എല്ലാവർക്കുമുള്ള അവകാശമായ ദൈവസ്നേഹം പ്രതിഫലം നോക്കാതെ അവൻ നൽകുന്നു. ലോകത്തിൻ്റെ കണ്ണുകളിൽ ഈ വിതക്കാരൻ ശുദ്ധമണ്ടനാണ്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഈ വിതക്കാരൻ കരുണയുടെ, സ്നേഹത്തിൻ്റെ, ശുശ്രൂഷയുടെ നിറകുടമാണ്. പ്രതിഫലേച്ഛ കൂടാതെ സ്വയം വ്യയം ചെയ്യുന്നവനാണവൻ. സ്വന്തം സുസ്തുതിയേക്കാൾ അന്യൻ്റെ ദുസ്തുതിക്ക് അറുതി വരുത്തുവാൻ കരുണാർദ്ര സ്നേഹവീഞ്ഞുമായി ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നവനാണ് ഈ വിതക്കാരൻ. കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ ഈ വിതക്കാരൻ ഓരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും വിത്ത് വിതയ്ക്കുന്നവനാണ്. 3. ദൈവരാജ്യം പ്രതിസന്ധികളിലൂടെ മുന്നേറുന്നു.
വിത്തുകളെ പറവകളും പാറകളും മുൾച്ചെടികളും തിന്നും കരിയിച്ചും ഞെരുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നും മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉപമ വിശദീകരിക്കുന്നത്. ദൈവരാജ്യം വിരിയാനുള്ള 3/4 പങ്കും പാഴായി എന്നർത്ഥം. ദൈവരാജ്യവും ഇങ്ങനെ തന്നെ. വിപരീത അനുഭവങ്ങളും എതിർപ്പുകളും അതിജീവിച്ചാണ് ദൈവരാജ്യം മുന്നേറേണ്ടത്. നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനി വിളവ് നൽകി. ലഭിച്ച വിളവിനല്ല ഉപമയിൽ ഊന്നൽ നൽകുന്നത്, മറിച്ച് വിതക്കാരൻ വിതച്ച ദൈവസ്നേഹത്തിന്, വിതക്കാരൻ വിതച്ച വിത്തിനാണ് പരമപ്രാധാന്യം. ദൈവരാജ്യ വരവിന് ദൈവം മുൻകൈ എടുക്കുന്നു. ദൈവം എല്ലാവരെയും വിളിക്കുന്നു. മനോഭാവങ്ങൾ, ദർശനങ്ങൾ, രീതികൾ, ശൈലികൾ ശരിയാക്കണം. ദൈവരാജ്യത്തിനും അവിടുത്തെ നീതിക്കും പ്രാധാന്യം നൽകണം. മത്തായി 6:33. അതിനു പകരം മണ്ണിലും പെണ്ണിലും സമ്പത്തിലും കണ്ണുവെച്ചാൽ ദൈവരാജ്യം വരികയില്ല. 4 ജീവിത സൂക്തങ്ങൾ ഈ തിരുവചന ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 4-1. ജീവിതത്തെ മറ്റുള്ളവർക്ക് ചവിട്ടിമെതിക്കാൻ വിട്ടുകൊടുക്കരുത്. കാരണം ജീവൻ്റെ ഉറവിടം ദൈവമാണ്. ജീവൻ തന്നത് ദൈവമാണ്. ആ ജീവനെ ജീവൻ്റെ വഴിയിൽ സംരക്ഷിക്കണം. 4-2. ജീവിതത്തെ വിശ്വാസ വികസന മൂല്യങ്ങൾക്ക് വേരോടാൻ വേണ്ടി തുറന്നിടണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ തുറവി സംഭവിക്കുക. 4-3. ജീവിതത്തിലൂടെ ഈ ലോകത്തിനപ്പുറം കാണാൻ കഴിയണം. 4-4. ജീവിതം നന്മമരമായി പൂവും കായും പുറപ്പെടുവിക്കണം. അഭയവും ആശ്വാസവും ആശ്രയവുമേകണം. നന്മമരത്തിൻ്റെ ശാഖകളിലും ഉപശാഖകളിലും ആ മരത്തിൻ്റെ അടിയിലും അതിൻ്റെ ചുവട്ടിലും ഇരുന്ന് വിശ്രമിക്കണം. അതാകണം ജീവിതം. ഉപസംഹാരം. വചനം യേശുവായി മനുഷ്യരോടൊത്ത് വസിക്കാൻ വന്നവൻ ദൈവരാജ്യം വിരിയിച്ചു തന്നത് കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. ഈ ദൈവരാജ്യ പ്രക്രിയ ഇന്നിൻ്റെ മനുഷ്യരിലൂടെ തുടരാനും പൂർത്തിയാക്കാനും യേശു വരുന്നു. നല്ല നിലങ്ങളായി യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവസ്നേഹം ദൈവരാജ്യമായി നമ്മിലേക്ക് പ്രവഹിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.